ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യനായകനെ വെങ്കി അല്ലൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ചിത്രം ആദ്യ ഞായറാഴ്ച കൂടിയായ 3-ാം ദിവസത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ചിത്രത്തിൽ മമിത ബൈജു, രാധിക, ശരത് കുമാർ, രബീന ടണ്ടൻ, യോഗി ബാബു എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട മറ്റ് താരങ്ങൾ. സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട വിശദമായ അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ 1,59,00,000 രൂപയും 2-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച 1,82,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 3,41,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 1,53,00,000 രൂപ ഇവിടെ നിന്നും ഷെയറായി കിട്ടിയിട്ടുണ്ട്. പ്രൊമോഷൻ ഉൾപ്പെടെ സിനിമയുടെ കേരള തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 3,80,00,000 രൂപയ്ക്കാണ്. തമിഴ്നാട്ടിൽ ഇന്നലെ ശനിയാഴ്ച 10,95,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 10,26,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്നലെ കർണാടകയിൽ നിന്ന് കളക്ട് ചെയ്തത് 3,28,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 44 ലക്ഷം ഉൾപ്പെടെ 26,73,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. സിനിമ ഇന്ത്യൻ ഗ്രോസായി 2 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 44,67,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് വിശ്വനാഥ് 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് $3.50 മില്യൺ, അതായത് 33,40,00,000 രൂപ. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 78 കോടി രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ ഇന്ന് പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 4,34,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 3,67,00,000 രൂപയുമാണ്. കർണാടകയിൽ 1,28,00,000, കേരളത്തിൽ 46 ലക്ഷം എന്നിങ്ങനെ 9,95,00,000 രൂപയാണ് ഇന്ന് ഞായറാഴ്ച പ്രീസെയിലായി സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. വിസ്മയ മോഹൻലാൽ നായകയായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് തുടക്കം. മോഹൻലാൽ, ആശിഷ് ജോ ആന്റണി, സായി കുമാർ, മനോജ് കെ ജയൻ, കെ.ബി. ഗണേഷ് കുമാർ എന്നിങ്ങനെ താരതയിലുള്ള ഈ സിനിമ 9-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1,92,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 19,62,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 36 കോടിയിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. 10-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ സിനിമ കേരളത്തിൽ 51 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളിൽ ഏറ്റവും മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് നേടിയെടുത്തിരിക്കുന്നത് തുടക്കം എന്ന സിനിമ തന്നെയാണ്. ലോകേഷ് കനകരാജ് പ്രധാന താരമായി അരുൺ മാതേശ്വരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിയേറ്ററിലെത്തിയ DC എന്ന തമിഴ് സിനിമ 10-ാം ദിവസമായ 2-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,94,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 16,75,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 9 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 57,80,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 20,30,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 78,15,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം DC ഇന്ന് തമിഴ്നാട്ടിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 76 ലക്ഷം രൂപയാണ്. കേരളത്തിൽ 46 ലക്ഷം രൂപയും പ്രീസെയിലായി കിട്ടിയിട്ടുണ്ട്. ആവാരാപൻ 2 എന്ന ബോളിവുഡ് സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 7,50,000 രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 13 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഇന്നലെ 33,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 44 കോടി രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 66,90,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 2 ദിവസം കൊണ്ട് 6 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 72,90,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് സിനിമ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഇന്ത്യയിൽ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 10,61,00,000 രൂപയുമാണ്. ബഡ്വാര 1947 എന്ന ബോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ 3,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ 5,40,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമയ്ക്ക് ആദ്യ ദിവസമായ വെള്ളിയാഴ്ച അപേക്ഷിച്ച് 2-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച വമ്പൻ കുതിപ്പാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ആദ്യ ദിവസം 8,34,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തതെങ്കിൽ 2-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തത് 18,07,00,000 രൂപയായിരുന്നു. 2 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് 19,25,00,000 രൂപയും ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 22,91,00,000 രൂപയുമാണ്. വിദേശത്ത് നിന്ന് 3,50,00,000 2 ദിവസം കൊണ്ട് സ്വന്തമാക്കിയ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 26,41,00,000 രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.